ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ 1/x² യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അതായത് ഇവിടെ y = 1/x² ആണ്. dy/dx കാണണം യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. നമ്മൾ ആ റൈറ്റ് സൈഡിലുള്ള എക്സ്പ്രഷന് f(x) എന്ന് എഴുതും അല്ലേ. dy/dx ആണ് കാണേണ്ടത്. അപ്പോൾ dy/dx കാണാനുള്ള ഫോർമുല ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ്? ലിമിറ്റ് h ടെൻഡിങ് ടു 0 f(x + h - f(x) / h ആണ്. ഇതല്ലേ ഫോർമുല? ഇത് ലിമിറ്റ് h ടെൻഡിങ് ടു 0 f(x + h) എങ്ങനെ എഴുതണേന്ന് അറിയാമോ? f(x) നമുക്കറിയാം. f(x + h) എഴുതണമെങ്കിൽ x ഈസ് റീപ്ലേസ്ഡ് ബൈ x + h. x എന്നുള്ളത് മാറ്റിയിട്ട് പകരം x + h എഴുതിയാൽ മതി. അപ്പോൾ 1/x² ആ x എന്നുള്ള ലെറ്റർ മായ്ച്ച് കളഞ്ഞിട്ട് പകരം x + h ബ്രാക്കറ്റ് x + h എഴുതണം. അപ്പോൾ f(x + h) എന്ന് പറയുമ്പോൾ 1/x + h (² ആവും. x ഈസ് റീപ്ലേസ്ഡ് ബൈ x + h (²). അപ്പോൾ f(x) 1/x² ആണ്. അപ്പോൾ f(x + h) 1/x + h (² ആയിരിക്കും. മൈനസ് f(x). f(x) 1/x² ആണല്ലോ. (h) ഇങ്ങനെ വരും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പ്. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കണം. സിംപ്ലിഫൈ ചെയ്തിട്ട് h-ന് 0 കൊടുക്കണം. നല്ലപോലെ സിംപ്ലിഫൈ ചെയ്യണം. ഇത് ലിമിറ്റ് h ടെൻഡിങ് ടു 0. ഇത് ചെയ്യണത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴിയല്ലേ ഇത് ചെയ്യേണ്ടത്? അറിയാമല്ലോ. ഈ രണ്ട് ഫ്രാക്ഷൻസ് മൈനസ് ചെയ്യണമെങ്കിൽ ഇത് ഇൻറ്റു ഇത് മൈനസ് ഇത് ഇൻറ്റു ഇത് 1 × x² അല്ല, ആദ്യം 1 × x² മൈനസ് പിന്നെന്ത് ചെയ്യും? പിന്നെ 1 × x + h (² എഴുതും. 1 × x + h (²) താഴെ x + h (² × x²) താഴെ x + h (² × x² എന്ന് വരും. ഇതാണ് ആ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ മൈനസ് ചെയ്താൽ കിട്ടുന്നത്. ഏറ്റവും താഴെ ഒരു h ഇരിപ്പുണ്ട്, അറിയാലോ. അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് h ടെൻഡിങ് ടു 0. ചെറിയ സ്റ്റെപ്പുകളൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇവിടെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്താലോ? പറ്റില്ലേ ഓപ്പൺ ചെയ്യാൻ? x² എഴുതി മൈനസ് ബ്രാക്കറ്റ് x + h (² എന്ന് പറഞ്ഞാൽ അത് a + b (² പോലെ എക്സ്പാൻഡ് ചെയ്താൽ x² + 2xh + h² വരും. () ഇവിടെ ഡിവൈഡഡ് ബൈ x + h (² × x²) again ഡിവൈഡഡ് ബൈ h. രണ്ട് തവണ വരുമ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. രണ്ട് തവണ ഡിവിഷൻ വരുമ്പോൾ ഈ രണ്ടാൾക്കാരും മൾട്ടിപ്ലൈ ചെയ്യുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ നോക്കിയേ, 2/3 () 7 വന്നു കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ 3 again ഡിവൈഡ് ബൈ 7. രണ്ട് തവണ ഡിവൈഡ് ബൈ വന്നു അല്ലേ. ഡിവൈഡ് ബൈ 3 again ഡിവൈഡ് ബൈ 7 വന്നു കഴിഞ്ഞാൽ ആ താഴെ കാണുന്ന ആൾക്കാർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും. ഫ്രാക്ഷൻ്റെ ഒരു ഓപ്പറേഷനാണ്. ഡിവിഷൻ രണ്ട് തവണ വന്നാൽ ഡിവൈഡ് ബൈ 3 ഡിവൈഡ് ബൈ 7 വന്നാൽ ആ ഡിനോമിനേറ്റേഴ്സ് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അതുതന്നെയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഇവിടെ ഡിവൈഡഡ് ബൈ ദിസ് വൺ again ഡിവൈഡ് ബൈ h. ഡിനോമിനേറ്ററിലുള്ളത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. x + h (² × x² × h) ഇങ്ങനെ വരും. ന്യൂമറേറ്ററിൽ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. x² - x². അതിന് ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താലോ?
എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വെട്ടിപ്പോവും. അത് ഞാനൊന്ന് എഴുതിയേക്കാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2xh മൈനസ് എച്ച് സ്ക്വയർ, താഴെ എക്സ് പ്ലസ് എച്ച് ഓൾ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു എച്ച് എന്ന് വരും. അപ്പോൾ ന്യൂമറേറ്ററിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയർ വെട്ടിപ്പോവും. പിന്നെ ഈ രണ്ട് ടേം നമ്മൾ ഇനി നോക്കുന്നില്ല. ന്യൂമറേറ്ററിൽ നിന്ന് ഒരു എച്ച് കോമൺ ആയിട്ട് എടുത്താലോ, അല്ലെങ്കിൽ മൈനസ് എച്ച് കോമൺ ആയിട്ട് എടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം എച്ച് എടുക്കുന്നുള്ളൂ അല്ലേ. ന്യൂമറേറ്ററിൽ ഈ രണ്ട് ടേം മാത്രമേ ഇല്ലുള്ളൂ. ഇപ്പോൾ ഇത് രണ്ടിൽ നിന്നും എച്ച് ഞാൻ കോമൺ ആയിട്ട് എടുത്തോട്ടെ. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എച്ച് എടുക്കുക, അല്ലെങ്കിൽ മൈനസ് എച്ച് എടുത്തെന്ന് വെച്ചാൽ തെറ്റൊന്നുമില്ല. ഞാനിപ്പോൾ എച്ച് എടുക്കുന്നുള്ളൂ. ഇവിടുന്ന് എച്ച് പോയി കഴിഞ്ഞാൽ മൈനസ് 2x ബാക്കിയുണ്ട്. ഇവിടുന്ന് എച്ച് പോയി കഴിഞ്ഞാൽ ഒരു മൈനസ് എച്ച് ബാക്കിയുണ്ട്. ഓൾ ഡിവൈഡ് ബൈ താഴെ എക്സ് പ്ലസ് എച്ച് ഓൾ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു എച്ച് വരും. എന്ത് സംഭവിക്കുക അടുത്ത സ്റ്റെപ്പിൽ? ഈ മുകളിലുള്ള എച്ചും താഴെയുള്ള എച്ചും വെട്ടിപ്പോവും. ഇനി നമ്മൾ നേരിട്ട് എച്ചിന് 0 കൊടുക്കാം. എച്ച് ആണ് ടെൻഡിങ് ടു 0. എച്ച് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം 0 കൊടുക്കുക. ക്യാൻസൽ ചെയ്ത് കളയാനുള്ള ടേം ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. എച്ചിന് 0 കൊടുക്കുമ്പോൾ മൈനസ് 2x മൈനസ് 0 അല്ലേ. മുകളിൽ മൈനസ് 2x മൈനസ് 0 ഡിവൈഡഡ് ബൈ, ഇവിടെ താഴെ എച്ചിന് 0 കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് 0 സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ, എക്സ് പ്ലസ് 0 സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ. എച്ച് കാണുന്നിടത്ത് 0 കൊടുത്തു. ഇപ്പോൾ ന്യൂമറേറ്റർ മൈനസ് 2x, താഴെ ഇവിടെ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ അല്ലേ. എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് റേസ്റ്റ് 4 എന്ന് എഴുതാമല്ലോ. എക്സ് ബൈ എക്സ് റേസ്റ്റ് 4 എന്ന് പറയുമ്പോൾ ഒരു എക്സ് ക്യാൻസൽ ചെയ്ത് കളയാം. -2 ബൈ x³ ആണ് ആൻസർ വരുന്നത്. ഓക്കെ.